സെറ്റ് ഫിസിക്സ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ ചെയ്യാനായിട്ട് പോകുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ വാല്യൂ ഓഫ് ദ ഇൻറ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി ഡി എക്സ് ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർ. ഈ ഇൻറ്റഗ്രലിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാനാണ് നമുക്കിവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. നമുക്കറിയാം, അതായത് ഈ 1 ബൈ, അതായത് ഡി ബൈ ഡി എക്സ് ഓഫ് tan ഇൻവേഴ്സ് എക്സ് ആണ്. ഡി ബൈ ഡി എക്സ് ഓഫ് ടാൻ ഇൻവേഴ്സ് എക്സ് ആണ് 1 ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർ. അപ്പോൾ 1 ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർ എന്തായിരിക്കും? ടാൻ ഇൻവേഴ്സ് എക്സ് ആയിരിക്കും. പക്ഷെ ഇവിടെ എന്തുണ്ട്? ലിമിറ്റും ഉണ്ട് അല്ലേ? അപ്പം നമ്മൾ എങ്ങനെ എഴുതാം? ടാൻ ഇൻവേഴ്സ് എക്സ് ലിമിറ്റ് അപ്ലൈ ചെയ്യണം അല്ലേ? മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി. ഇനി ഈ ലിമിറ്റ് അപ്ലൈ ചെയ്യുന്ന, അതായത് ടാൻ ഇൻവേഴ്സ് ഇൻഫിനിറ്റി മൈനസ് ടാൻ ഇൻവേഴ്സ് മൈനസ് ഇൻഫിനിറ്റി. ടാൻ ഇൻവേഴ്സ് മൈനസ് ഇൻഫിനിറ്റി. ടാൻ ഇൻവേഴ്സ് ഇൻഫിനിറ്റീൻ്റെ വാല്യൂ എന്താണ്? പൈ ബൈ 2 ആണ്. പൈ ബൈ 2 മൈനസ് ടാൻ ഇൻവേഴ്സ് മൈനസ് ഇൻഫിനിറ്റീൻ്റെ വാല്യൂ എന്താണ്? മൈനസ് പൈ ബൈ 2 ആണ്. മൈനസ് പൈ ബൈ 2. അപ്പം ഇത് ചെയ്യുമ്പോൾ എങ്ങനെ കിട്ടും? 2 പൈ ബൈ 2 എന്ന് കിട്ടും. ഈ 2ഉം 2ഉം ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും? പൈ. അപ്പം നമുക്ക് കിട്ടിയ ആൻസർ എന്താണ്? പൈ. അതായത് ദ വാല്യൂ ഓഫ് ദ ഇൻറ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി ഡി എക്സ് ബൈ 1 പ്ലസ് എക്സ് സ്ക്വയറിൻ്റെ വാല്യൂ എന്താണ് കിട്ടിയിട്ടുള്ളത്? പൈ ആണ് കിട്ടിയിട്ടുള്ളത്. അപ്പം ഇങ്ങനെയാണ് ഈ പ്രോബ്ലം ചെയ്യേണ്ടത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. A charge Q is placed at the center of a cube. The electric flux through one of the faces of the cube is. അതായത് ഒരു ചാർജ് ഒരു ക്യൂബിൻ്റെ സെൻറ്ററിൽ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഒരു ഫേസിലൂടെയുള്ള ഇലക്ട്രിക് ഫ്ലക്സ് എന്തായിരിക്കും എന്നാണ് ചോദിക്കുന്നത്. നമുക്കറിയാം, ഗോസസ് ലോ അറിയാം അല്ലേ? ഗോസസ് ലോ എന്ത് വരും? ഫൈ ഈസ് ഈക്വൽ ടു ക്യൂ ബൈ എപ്സിലൺ 0. ഫൈ ഈസ് ഈക്വൽ ടു ക്യൂ ബൈ എപ്സിലൺ 0. ഈ ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞിട്ടുള്ളത്? ചാർജ് സെന്റർ, ക്യൂബിന്റെ സെന്ററിലാണ് പ്ലേസ് ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ട്. ക്യൂബിന് എത്ര ഫേസ് ഉണ്ട്? 6 ഫേസ് ഉണ്ട് അല്ലേ? യെസ്, 6 ഫേസ് ഉണ്ട്. അപ്പൊ എങ്ങനെ വരും? 6 ഫൈ ഈസ് ഈക്വൽ ടു ക്യൂ ബൈ എപ്സിലൺ 0. ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചിട്ടുള്ളത്? വൺ ഓഫ് ദ ഫേസസ്, ഒരു ഫേസിലൂടെയുള്ള എന്തായിരിക്കും എന്നാ ചോദിച്ചിട്ടുള്ളത്. ഇത് 6 ഫേസിലൂടെ ഉള്ളതാണ്. അങ്ങനെയാണെങ്കിൽ വൺ ഓഫ് ദ ഫേസസ് എന്തായിരിക്കും? ഫൈ ഈസ് ഈക്വൽ ടു ക്യൂ ബൈ 6 എപ്സിലൺ 0. ഇതായിരിക്കും ആൻസർ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A plain electromagnetic wave of frequency 50 megahertz travels in free space along the x direction. At a particular point in space and time, E is equal to 6.3. ഇത് വെക്ടർ ആണ്. E എന്ന് പറയുന്നത് എന്താണ്? ഒരു വെക്ടർ ആണ്. 6.3 ജാക്കബ് V by M full stop. The corresponding magnetic field B at that point will be. അതായത് മാഗ്നറ്റിക് ഫീൽഡ് കാണാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. തന്നിട്ടുള്ള വാല്യൂസ് ഒക്കെ നമുക്ക് ആദ്യം എഴുതാം. E എത്രയാണ് തന്നിട്ടുള്ളത്? 6.3 ജാക്കബ് ആണ് തന്നിട്ടുള്ളത്. 6.3 ജാക്കബ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് കാണേണ്ട എന്താണ്? ബി ആണ് നമുക്ക് കാണേണ്ടതായിട്ട് വരുന്നത്. ബി ആണ് കാണേണ്ടത്. നമുക്ക് ഇയും ബിയും കണക്ട് ചെയ്യുന്ന സിമ്പിൾ ഇക്വേഷൻ അറിയാലോ. എന്താണ്? ഇ ഈസ് ഈക്വൽ ടു ബി ഇൻറ്റു സി ആണ്. ബി ഇൻറ്റു സി. അപ്പൊ നമുക്കിവിടെ കാണേണ്ട എന്താ? ബി ആണ് കാണേണ്ടത്. അതായത് ബി ഈസ് ഈക്വൽ ടു ഇ ഡിവൈഡഡ് ബൈ സി. ഇനി നേരെ ഡയറക്റ്റ് ആയിട്ട് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി. ഇ എന്താണ് വന്നിട്ടുള്ളത്? 6.3 ഡിവൈഡഡ് ബൈ സി എന്താ വന്നിട്ടുള്ളത്? 3 ഇൻറ്റു 10⁸8. അതായത് വെലോസിറ്റി ഓഫ് ലൈറ്റ് ആണ് 3 ഇൻറ്റു 10⁸8. ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ കിട്ടുക? 2.1 ഇൻറ്റു 10⁻⁻8 ടെസ്ല. 2.1 ഇൻറ്റു 10⁻⁻8 ടെസ്ല കിട്ടും. അതാണ് ബി. അതായത് മാഗ്നറ്റിക് ഫീൽഡ് ഈസ് ഈക്വൽ ടു 2.1 ഇൻറ്റു 10⁻⁻8 ടെസ്ല. ഇതാണ്, ഇങ്ങനെയാണ് ഈ പ്രോബ്ലം ചെയ്യേണ്ടത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ലാർജസ്റ്റ് വേവ് ലെങ്ത് പ്രസന്റ് ഇൻ ദ ബാൾമർ സീരീസ് ഓഫ് ഹൈഡ്രജൻ കറസ്പോണ്ടിങ് ടു എച്ച് ആൽഫ ആണ്. ഇത് എച്ച് ആൽഫ ലൈൻ, സോറി, എച്ച് ആൽഫ. ദിസ് ഇസ് എച്ച് ആൽഫ. എച്ച് ആൽഫ ലൈൻ, എച്ച് ആൽഫ ലൈൻ ഈസ് എച്ച് ആൽഫ. അതായത് ഹൈഡ്രജൻ സ്പെക്ട്രം പഠിക്കുമ്പോൾ നമ്മൾ കുറേ ലൈൻസ് പഠിച്ചിട്ടുണ്ട്. ലൈമൻ, ബാൾമർ, പാഷൻ, ബ്രാക്കറ്റ്, ഫണ്ട്, അങ്ങനെ ഓരോരോ എന്ത് പഠിച്ചിട്ടുണ്ട്, സീരീസ് പഠിച്ചിട്ടുണ്ട്. ഫസ്റ്റ് സീരീസ് ലൈമൻ, ഇത് ബാൾമർ, പാഷൻ, ബ്രാക്കറ്റ്, ഫണ്ട്, ഇങ്ങനെ പോകും. അപ്പൊ നമ്മളോട് ഇവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ള എന്താ, ബാൾമർ സീരീസിലുള്ള ലാർജസ്റ്റ് വേവ് ലെങ്ത് ആണ് കാണേണ്ടത്. അപ്പൊ ബാൾമർ സീരീസ് ഇവിടെയാണ് വന്നിട്ടുള്ളത്. ലൈമൻ ബാൾമർ സീരീസിന്റെ ലാർജസ്റ്റ് വേവ് ലെങ്ത് ആണ് കാണേണ്ടത്. ലാർജസ്റ്റ് എന്ന് കാണുമ്പോൾ എന്താ ചെയ്യേണ്ടത്, മേലേത്തെ ട്രാൻസിഷൻ ലെവലിൽ നിന്ന് ബാൾമറിലേക്കുള്ളതാണ് നമ്മൾ കാണേണ്ടത്. അതായത് n ഈസ് ഈക്വൽ ടു 3യിൽ നിന്ന് n ഈസ് ഈക്വൽ ടു 2യിലേക്കുള്ള ട്രാൻസിഷൻ ആണ് നമ്മൾ കാണേണ്ടത്. അതായത് 1 2 3 4 5 ഇങ്ങനെയാണ് നമ്മളുടെ ഓരോ ലൈൻസ് പോകുന്നത്. ലൈമൻ, ബാൾമർ, പാഷൻ, ബ്രാക്കറ്റ്, ഫണ്ട്, ഹംഫ്രി, അങ്ങനെ ഓരോരോ സീരീസ് പോകും. ഇവിടെ നമുക്ക് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ള എന്താ, ലാർജസ്റ്റ് വേവ് ലെങ്ത് ബാൾമർ സീരീസ്. അപ്പൊ എന്താ, ബാൾമറിന് തൊട്ട് മുന്നേ ഉള്ളതിൽ നിന്ന് ബാൾമർ സീരീസ് അതായത് 2യിലേക്കുള്ള ട്രാൻസിഷൻ, അതായത് n ഈസ് ഈക്വൽ ടു 3യിൽ നിന്ന് n ഈസ് ഈക്വൽ ടു 2യിലേക്കുള്ള ട്രാൻസിഷൻ ആണ് നമുക്ക് കാണേണ്ടതായിട്ടുള്ളത്. അതിനു വേണ്ടി നമുക്കറിയാം, അതായത് 1/λ is equal to r into 1/n1 square minus 1/n2 square. ഇങ്ങനെ ഒരു ഇക്വേഷൻ അറിയാലോ. അതായത് r എന്ന് വെച്ച് കഴിഞ്ഞാൽ റെഡ്ബർഗ് കോൺസ്റ്റന്റ്, n1 എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ താഴത്തെ ലെവൽ, n2 എന്ന് വെച്ച് കഴിഞ്ഞാൽ മേലത്തെ ലെവൽ. ഇവിടെ n1 എത്രയാണ്, n1 2 ആണ്, n2 എത്രയാണ്, നമ്മളുടെ ട്രാൻസിഷൻ 3ൽ നിന്ന് 2യിലേക്കാ അല്ലെ. അപ്പൊ ഇങ്ങനെ എഴുതി. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഈ വാല്യൂസ് ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. അതായത് 1/λ is equal to r, റിഡ്ബർഗ് കോൺസ്റ്റന്റിന്റെ വാല്യൂ വരുന്നത് 1.097 ഇൻറ്റു 10⁻⁷ ആണ്. ഇൻറ്റു നമുക്ക് എന്ത് ചെയ്താൽ n1നും n2നും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 1/l1 എത്രയാ, 2 സ്ക്വയർ മൈനസ് 1/3 സ്ക്വയർ, 1/3 സ്ക്വയർ is equal to 1/λ is equal to 1.097 into 10⁻⁷. ഇനി എന്ത് ചെയ്യുക, ഇതിന്റെ ന്യൂമറേറ്റേഴ്സ് സെയിം ആക്കുക. അപ്പോൾ 3 സ്ക്വയർ 9, 9 മൈനസ് 4 എത്ര വരും, മേലെ എന്ത് വരും, 5 വരും. 5 ഡിവൈഡഡ് ബൈ താഴെ 9 ഇൻറ്റു 4 എത്ര വരും, 36 വരും. അപ്പൊ ഇങ്ങനെ വരും. ഇനി എന്ത് ചെയ്യണം, നമ്മൾ ഇത് മൾട്ടിപ്ലൈ ചെയ്ത് ഒന്ന് സോൾവ് ചെയ്ത് എടുക്കണം. അപ്പോൾ എത്ര വരും, 1/λ is equal to ഇത് 1.097 ഇൻറ്റു 5 ഡിവൈഡഡ് ബൈ 36. അപ്പൊ എന്ത് ചെയ്യാ, നമുക്ക് ഇവിടെ ലാംഡ അല്ലേ കണ്ട, അപ്പൊ ഇത് നേരെ റിവേഴ്സ് ആവും. അപ്പൊ ലാംഡ is equal to എന്ത് വരും, 6.563 ഇൻറ്റു 10⁻⁻⁷. ഇതൊന്ന് ചെയ്ത് നോക്കണം നിങ്ങൾ. ആദ്യം ഇത് ഇൻറ്റു 5 ചെയ്യാം, എന്നിട്ട് എന്ത് ചെയ്യുക, ബൈ 36നെ കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പൊ നമുക്ക് 1/λ ഫോമിലായിരിക്കും കിട്ടാം. നമുക്ക് വേണ്ടത് എന്താണ്, ലാംഡയാണ്. അപ്പൊ നേരെ ഇതിന്റെ റെസിപ്രോക്കൽ എടുക്കാം. അപ്പൊ എന്ത് കിട്ടും, ലാംഡ ഇത്രയുമാണ് എന്ന് കിട്ടും. ഇതിന് നമുക്ക് ഇനി ഒന്ന് ആങ്സ്ട്രം എന്നുള്ള രീതിയിൽ, അതായത് യൂണിറ്റിന്റെ രീതിയിൽ, ആങ്സ്ട്രം യൂണിറ്റ് രീതിയിൽ എഴുതാണെങ്കിൽ എങ്ങനെ എഴുതാം, 6563 ആങ്സ്ട്രം എഴുതാം അല്ലേ. ഇനി ഇതിപ്പോ നാനോമീറ്റർ ഓർഡറിലാണ് എഴുതണ്ടെങ്കിൽ എങ്ങനെ എഴുതാം, 656.3 നാനോമീറ്ററിന് എഴുതാനായിട്ട് പറ്റും. അപ്പൊ ഈ ക്വസ്റ്റ്യൻ ഒന്നും കൂടി നോക്കിക്കോ. നമുക്ക് കാണേണ്ട എന്താ, ലാർജസ്റ്റ് വേവ് ലെങ്ത് പ്രസന്റ് ഇൻ ദ ബാൾമർ സീരീസ്. ബാൾമർ സീരീസിലെ ലാർജസ്റ്റ് വേവ് ലെങ്ത് ആണ് കാണേണ്ടത്. അതായത് ബാൾമർ എന്ന് പറയുന്നത് സെക്കൻഡ് സീരീസ് ആണ്, പക്ഷെങ്കിൽ എന്താ, അതിന്റെ ലാർജസ്റ്റാ കാണേണ്ടത്. അപ്പോൾ അത് സെക്കൻഡ് സീരീസിന്റെ മേലേത്തെ സീരീസ് എന്നുള്ള ട്രാൻസിഷൻ, അതായത് 3യിൽ നിന്നും 2യിലേക്കുള്ള ട്രാൻസിഷൻ ആണ് നമ്മൾ കാണാം. ഇപ്പോൾ പാഷൻ സീരീസ് ആണെങ്കിൽ നമ്മൾ എങ്ങനെയായിരിക്കും, n2 എന്തായിട്ടായിരിക്കും എടുക്കുക,
4 ആയിട്ടായിരിക്കും എടുക്കുക. N1 എന്തായിരിക്കും എടുക്കുക? 3 ആയിട്ടായിരിക്കും എടുക്കുക ലാർജസ്റ്റ് വേവ് ലെങ്ത് കാണുമ്പോൾ ട്ടോ. അപ്പൊ ഇങ്ങനെയാണ് ഓരോ പ്രോബ്ലംസും വന്നു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത്. ഇനി നെക്സ്റ്റ് നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. If the Fermi energy of a metal is 1.4 electron volt, the Fermi temperature of the metal is approximately. അതായത് എന്താ തന്നിട്ടുള്ളത്? ഫെർമി എനർജി, ഒരു മെറ്റലിന്റെ ഫെർമി എനർജി തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ മെറ്റലിന്റെ ഫെർമി ടെമ്പറേച്ചർ കാണാനാണ് പറഞ്ഞിട്ടുള്ളത്. ഫെർമി എനർജിയും ഫെർമി ടെമ്പറേച്ചറും തമ്മിലുള്ള റിലേഷൻ എന്താണ്? EF is equal to KB into TF. KB into TF. ഇനി എന്ത് ചെയ്യണം? TF അല്ലേ നമുക്ക് കണ്ടത്, ഫെർമി ടെമ്പറേച്ചർ അല്ലേ കണ്ടത്. അപ്പൊ TF-നെ ഇവിടെ വെക്കാം. അതായത് TF is equal to എന്ത് വരും? EF divided by KB എന്ന് വരും. EF എത്രയാണ്? 1.4. 1.4 എന്താണ്? ഇലക്ട്രോൺ വോൾട്ട് ആണ്. അപ്പൊ നമ്മൾ എന്തിലേക്ക് മാറ്റണം? ജൂളിലേക്ക് മാറ്റണം. അപ്പൊ എന്ത് ചെയ്യും നമ്മൾ? ഇൻറ്റു 1.6 ഇൻറ്റു 10⁻⁻19 ഇങ്ങനെ എഴുതും അല്ലെ? ഇലക്ട്രോൺ വോൾട്ടിനെ മാറ്റണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? 1.6 ഇൻറ്റു 10⁻⁻19 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. ഡിവൈഡഡ് ബൈ KB. KB എന്താ? ഒരു കോൺസ്റ്റന്റ് ആണ്. ആ കോൺസ്റ്റന്റിന്റെ വാല്യൂ 1.38 ഇൻറ്റു 10⁻⁻23 ജൂളാണ്. ഈ KBന്റെ വാല്യൂ പഠിച്ചു വെക്കണം. അതുപോലെ തന്നെ ഇലക്ട്രോൺ വോൾട്ടിനെ മാറ്റുന്നതും എന്ത് ചെയ്യണം? പഠിച്ചു വെക്കണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്ത്? TF കാണാൻ വേണ്ടി EF by KB. E സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഇലക്ട്രോൺ വോൾട്ടിനെ മാറ്റാൻ വേണ്ടി 1.6 ഇൻറ്റു 10⁻⁻19 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് പിന്നെ എന്ത് ചെയ്ത്? KBനെയും കൂടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത്. ഇനി എന്ത് ചെയ്യണം? നമ്മൾ ഇത് ഒന്ന് സോൾവ് ചെയ്ത് എടുക്കണം. ഇത് സോൾവ് ചെയ്ത് എടുക്കുമ്പോൾ നമുക്ക് TF എത്രയാണ് കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 1.6 ഇൻറ്റു 10⁻⁴ കെൽവിൻ. ഇത്രയുമാണ് എന്ത് വന്നിട്ടുള്ളത്? ഈ 1.4 ഇലക്ട്രോൺ വോൾട്ട് എനർജി ഉള്ള ഒരു മെറ്റലിന്റെ ഫെർമി ടെമ്പറേച്ചർ വന്നിട്ടുള്ളത് 1.6 ഇൻറ്റു 10⁻⁴ കെൽവിൻ ആണ് വന്നിട്ടുള്ളത്. അപ്പൊ ഇനി അടുത്ത നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. The de Broglie wavelength of an electron through a potential difference of V volt is. അതായത് ഒരു ഇലക്ട്രോൺ, അതായത് V പൊട്ടൻഷ്യൽ ഉള്ള ഒരു ഇലക്ട്രോണിന്റെ ഡി ബ്രോഗ്ലി വേവ് ലെങ്ത് ആണ് നമ്മൾ കാണാനായിട്ട് പോകുന്നത്. അതെങ്ങനെയാ കാണുക? നമുക്കറിയാം ലാംഡ, അതായത് ലാംഡ എന്താണ്? h/√2mEV ആണെന്ന് അറിയാം. ഇനിയിപ്പോൾ എന്ത് ചെയ്യണം? ഈ റൂട്ട് മാറ്റണം. അപ്പൊ എന്ത് ചെയ്യുക? ലാംഡ സ്ക്വയർ ഇസ് ഈക്വൽ ടു h²/2mEV എന്ന് എഴുതാം. ലാംഡ സ്ക്വയർ ഇസ് ഈക്വൽ ടു എച്ചിന്റെ വാല്യൂ എത്രയാ? 6.36 ഇൻറ്റു 10⁻⁻34. ഒരു സ്ക്വയർ ഉണ്ടല്ലേ? സ്ക്വയർ ഡിവൈഡഡ് ബൈ ഇനി എന്തുണ്ട്? 2 ഇൻറ്റു മാസ്. എന്തിന്റെ മാസ്? ഇലക്ട്രോണിന്റെ മാസ് എത്രയാ? 9.1 ഇൻറ്റു 10⁻⁻, ഇൻറ്റു ആണ് 10⁻⁻31 ഇൻറ്റു ഈ ഇലക്ട്രോണിന്റെ ചാർജ് എത്രയാ? 1.6 ഇൻറ്റു 10⁻⁻19. വി വോൾട്ട് എത്രയാ തന്നിട്ടുള്ള? പൊട്ടൻഷ്യൽ ഡിഫറൻസ്, അതായത് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഓഫ് വി വോൾട്ടാ. അപ്പൊ വിന് പകരം എന്തെന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? വി തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഇനി എന്ത് ചെയ്യാം? ഇതൊന്ന് സോൾവ് ചെയ്ത് എടുക്കാം. 6.36 ഇൻറ്റു 10⁻⁻34 സ്ക്വയറും ഇതിന്റെ സ്ക്വയറും ഉണ്ടാവും. അപ്പൊ എന്ത് വരും? 150/V എന്ന് വരും. അപ്പൊ ഇത് ലാംഡ സ്ക്വയർ. അപ്പൊ ലാംഡ എന്തായിരിക്കും? ലാംഡ ഈസ് ഈക്വൽ ടു √150/V. ഇതാണ് എന്ത് വന്നിട്ടുള്ളത്? ഡി ബ്രോഗ്ലി വേവ് ലെങ്ത് ഓഫ് ആൻ ഇലക്ട്രോൺ. ഇതാണ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം.
A state is denoted as D for 5/2. The value of LSJR. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ ഒന്ന് അനലൈസ് ചെയ്യുക. അതായത് ഇപ്പം നമുക്ക് ക്വസ്റ്റ്യൻ കിട്ടിയിട്ടുള്ള എങ്ങനെയാ, ഡി ഇവിടെ ഒരു 4 ഉണ്ട്, താഴെ ഒരു 5/2 ഉണ്ട്. ഇങ്ങനെ ഒരു സാധനം, ഇങ്ങനെ ഒരു സംഭവം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ഇതിനെ മാറ്റി എഴുതണം. അതായത് ഡിന്റെ സ്ഥാനത്ത് എല്ലിനെ എഴുതണം. ഈ താഴെ നമ്മൾ ജെ എന്ന് എഴുതണം. ഇതിന്റെ മേലെ നമ്മൾ 2s+1 എന്നാണ് എഴുതാം. ശ്രദ്ധിച്ചോ, ഇങ്ങനെ ഒരു ഫോമിൽ ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞിട്ട് എല്ലും എസും ജെയും കാണാൻ പറയുകയാണെങ്കിൽ നമ്മൾ ഈ ഒരു ഫോമിൽ വേണം എഴുതാൻ. ഈ ഡിന്റെ സ്ഥാനത്ത് നമ്മൾ എല്ലിന് എഴുതാം. ഈ 5/2 ഈ താഴോട്ട് കാണുന്ന ഭാഗത്ത് നമ്മൾ ജെ എഴുതാം. ഈ മേലെ കാണുന്ന ഭാഗത്ത് നമ്മൾ 2s+1 എന്ന് എഴുതാം. ഇനി നമുക്ക് എല്ലിന്റെയും ജെന്റെയും എസിന്റെയും വാല്യൂ കാണാം. ഈ 2s+1നെ നമ്മൾ വിളിക്കുക മൾട്ടിപ്ലിസിറ്റി എന്നാ. 2s+1നെ നമ്മൾ വിളിക്കുക മൾട്ടിപ്ലിസിറ്റി എന്നാണ് വിളിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിനെയും വെച്ച് നോക്കുകയാണെങ്കിൽ ഈ 2s+1 = 4 എന്ന് എഴുതിക്കൂടെ? അതായത് 2s+1 = 4 എന്ന് എഴുതാം. അതായത് 2s = 4 - 1 എത്രയാ? 3 ആണ് അല്ലേ? അപ്പൊ 2s = 3. അപ്പൊ s എന്ത് വന്ന് 3/2. എസിന്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ച്. ഇനി എന്ത് കാണണം? എല്ല് കാണണം അല്ലേ? എല്ല് കാണണം. നമുക്ക് എല്ല് കാണണം അല്ലേ? ഇവിടെ എല്ലിന്റെ സ്ഥാനത്ത് എന്താ ഉള്ളത്? ഡി ആണുള്ളത്. നമുക്കറിയാം SPDF ഇങ്ങനെ പോവും അല്ലേ? എസിന് എന്താണ്? 0, പിനോ 1, ഡിനോ 2 ആണ്, ഇതിന് 3, 4 അങ്ങനെ പോവും. അങ്ങനെ ആവുമ്പോൾ ഇവിടെ ഇതെന്താണ്? ഇത് എൽ വാല്യൂ ആണ്. ഇത് എൽ വാല്യൂ ആണ്. നമുക്കിവിടെ എന്താ തന്നിട്ടുള്ളത്? ഡി അല്ലേ? ഡിന് നേരെ എൽ ആരാളുള്ളത്? 2 അല്ലേ? അപ്പൊ ഇവിടുത്തെ എൽ വാല്യൂ എന്തായിരിക്കും? 2 ആയിരിക്കും. ഇവിടെ ഇപ്പൊ ഡിന് പകരം എഫ് ആണെങ്കിൽ ഇവിടുത്തെ എൽ വാല്യൂ എത്രയായിരിക്കും? 3 ആയിരിക്കും. പി ആണെങ്കിൽ എന്തായിരിക്കും? 1 ആയിരിക്കും. ഈ ഡിന് പകരം എസ് ആണെങ്കിൽ എൽ വാല്യൂ എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പൊ ഇത്രയേ ഉള്ളൂ എസും എല്ലും കാണുന്നത്. ഇനി അടുത്തതായി നമുക്ക് എന്താ കാണാനുള്ളത്? ജെ ആണ് അല്ലേ? യെസ്, ജെ. ഇവിടെ ജെന് കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ ഒരാളുണ്ടല്ലോ. എത്രയുള്ളത്? 5/2. യെസ്, അപ്പൊ ജെ എന്താണ്? 5/2. ഇത്രയേ ഉള്ളൂ. ഇത് ഭയങ്കര സിമ്പിളാ. ഇത് മിക്ക സെറ്റ് എക്സാമിനും ക്വസ്റ്റ്യൻസ് ചോദിച്ചു കണ്ടിട്ടുണ്ട് ഇങ്ങനെയുള്ള കാണാൻ. അപ്പൊ ഇത് നന്നായിട്ടൊന്ന് വൃത്തിക്ക് നോക്കിക്കോ കേട്ടോ. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. The average spacing between adjacent rotational lines of carbon monoxide molecule is 3.8626 centimeter inverse. The value of rotational constant B is, അതായത് റൊട്ടേഷണൽ കോൺസ്റ്റന്റ് കാണാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്കറിയാം, അതായത് ഒരു പ്യുവർ റൊട്ടേഷണൽ സ്പെക്ട്രത്തിൽ എന്താണ്? ഒരു പ്യുവർ റൊട്ടേഷണൽ സ്പെക്ട്രത്തിലുള്ള ഏവറേജ് സ്പേസിംഗ് എന്തായിരിക്കും? 2b ആയിരിക്കും. ബി എന്താണ്? റൊട്ടേഷണൽ കോൺസ്റ്റന്റ് ആണ്. അതായത് ഒരു ഏവറേജ് റൊട്ടേഷണൽ സ്പെക്ട്രത്തിലുള്ള സ്പേസിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2b ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ തന്ന ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്ക്. ദ ഏവറേജ് സ്പേസിംഗ് ബിറ്റ്വീൻ അഡ്ജസന്റ് റൊട്ടേഷണൽ ലൈൻസ് ഓഫ് കാർബൺ മോണോക്സൈഡ് മോളിക്യൂൾ ഈസ് 3.8626. അങ്ങനെയാണെങ്കിൽ റൊട്ടേഷണൽ കോൺസ്റ്റന്റിന്റെ വാല്യൂ ആണ് കാണാൻ പറഞ്ഞിട്ടുള്ളത്. ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട് എന്താണ്? ഏവറേജ് സ്പേസിങ് 2b ആയിരിക്കും. 2b ആണ് നമുക്കിവിടെ 3.8626 സെന്റിമീറ്റർ ഇൻവേഴ്സ് എന്ന് പറഞ്ഞ് തന്നിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടുന്ന് ബി കണ്ടൂടെ? യെസ്, ബി ഈസ് ഈക്വൽ ടു 3.8626 സെന്റിമീറ്റർ ഇൻവേഴ്സ് ഡിവൈഡഡ് ബൈ 2. അപ്പൊ ഇത് ചെയ്ത് കഴിഞ്ഞാൽ എന്താ കിട്ടുക? ബി ഈസ് ഈക്വൽ ടു 1.9313 സെന്റിമീറ്റർ ഇൻവേഴ്സ്. ഇതാണ് ഈ ക്വസ്റ്റ്യന്റെ ആൻസർ വരുന്നത്.
നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. The electric field at a point 5 centimeter from a long line of charge density 2.5 into 10 raised to minus 6 is. അതായത് ഇലക്ട്രിക് ഫീൽഡ്, അതായത് ഇ ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. എന്തിൻ്റെത്? ഒരു ലോങ് ലൈനാണ് തന്നിട്ടുള്ളത്. ഒരു ഡിസ്റ്റൻസും തന്നിട്ടുണ്ടല്ലോ. എന്താ ഡിസ്റ്റൻസ്? 5 സെന്റിമീറ്ററുമാണ് തന്നിട്ടുള്ളത്. ഇങ്ങനെയുള്ള, അതായത് ഒരു ലോങ് വയറിൻ്റെ ഒക്കെ ഇലക്ട്രിക് ഫീൽഡ്, അതായത് ഒരു ഡിസ്റ്റൻസിൽ നിന്നും, ഇങ്ങനെയുള്ള ഒരു ഇലക്ട്രിക് വയറാണ് ഒരു പോയിന്റിൽ നിന്നും ഒരു r ഡിസ്റ്റൻസ് ഉണ്ട് എന്ന് വിചാരിക്കാം. ഇങ്ങനെയുള്ള ഒരു ലോങ് വയറിന്റെ ഇലക്ട്രിക് ഫീൽഡ് കാണാനുള്ള ഇക്വേഷൻ E is equal to 1/4πε0 2 λ/r ആണ്. ലോങ് വയറിന്റെ ഇലക്ട്രിക് ഫീൽഡ്, അതായത് ഒരു r ഡിസ്റ്റൻസിൽ നിന്നും ഉള്ള ഒരു ലോങ് വയറിന്റെ ഇലക്ട്രിക് ഫീൽഡ് കാണാനുള്ള ഇക്വേഷൻ 1/4πε0 2 λ/r ആണ്. അങ്ങനെയാണെങ്കിൽ E is equal to 1/4πε0ന്റെ വാല്യൂ എന്താണ്? 9 into 10 raised to 9 ആണ്. ഇനി എന്ത് ചെയ്യണം? 2 into ലാംഡ തന്നിട്ടുണ്ടല്ലോ. ചാർജ് ഡെൻസിറ്റി എത്രയാ? 2.5 into 10 raised to minus 6 ആണ് അല്ലേ? 2.5 into 10 raised to minus 6, അതായത് 2.5 into 10 raised to minus 6 ഡിവൈഡഡ് ബൈ എന്താണ്? r എത്ര തന്നിട്ടുള്ളത്? 5. അപ്പോൾ 5 into 10 raised to minus 2 ചെയ്തിട്ടുണ്ട്. -2 എന്തിനാ ചെയ്തത്? ഇത് സെന്റിമീറ്ററിലാണ് ഉള്ളത്, മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്താണ്. അപ്പൊ ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ എന്ത് കിട്ടും? 9 into 10 raised to 5. ഇതാണ് ഇതിന്റെ ആൻസർ കിട്ടുക. ഈ ഇക്വേഷൻ നിർബന്ധമായിട്ടും പഠിച്ചു വെക്കുക. ഈ ഇക്വേഷൻ അറിയാമെങ്കിൽ ജസ്റ്റ് എന്താണ്, ഈ വാല്യൂസ് ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇൻ എ യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റ് the distance between the two holes is 0.5 millimeter. Lambda is equal to 5 into 10 raised to 5 centimeter and d is equal to 50 centimeter. The fringe width will be. Fringe width കാണാനാണ് നമ്മളോട് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഫ്രിഞ്ച് വിഡ്ത്തിന്റെ ഇക്വേഷൻ എന്താ? ഫ്രിഞ്ച് വിഡ്ത്ത് ബീറ്റ is equal to lambda d by d. ഇതാണ് ഫ്രിഞ്ച് വിഡ്ത്തിന്റെ ഇക്വേഷൻ. നേരിട്ട് നമുക്ക് ലാംഡ തന്നിട്ടുണ്ട്, ഡി തന്നിട്ടുണ്ട്, പിന്നെ എന്താണ്, ഈ ഡിയും തന്നിട്ടുണ്ട്. അങ്ങനെയാണ് നമുക്ക് എന്ത് ചെയ്യാം? ഈക്വേഷനിൽ നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തൂടെ? യെസ്. അങ്ങനെയാണെങ്കിൽ ലാംഡ, അതായത് ബീറ്റ is equal to ലാംഡ എന്താണ്? ലാംഡ 5 into 10 raised to minus 5 അല്ലേ? 5 into 10 raised to minus 5 സെന്റിമീറ്ററിലാണ് തന്നിട്ടുള്ളത്. അപ്പം മീറ്ററിലേക്ക് മാറ്റാൻ ഇൻറ്റു 10 raised to minus 2. ഇനി എന്തുണ്ട്? ഡി ഉണ്ട്. ഡി എത്ര തന്നിട്ടുള്ളത്? 50 സെന്റിമീറ്റർ. അപ്പോൾ 50 സെന്റിമീറ്ററിന് മീറ്ററിലേക്ക് മാറ്റണം. അപ്പോൾ 50 into 10 raised to minus 2 ഡിവൈഡഡ് ബൈ, ഇനി എന്താ ബാക്കിയുള്ളത്? ഈ ഡി ഉണ്ട് അല്ലേ? അതെത്രയാ? 0.5 millimeter. അതെത്ര വരും? 0.5 into 10 raised to minus 3 അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ആൻസർ എത്രയാണ് വരിക? ഈക്വൽ ടു 5 into 10 raised to minus 2 millimeter. ഇതാണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരിക. അപ്പൊ ഇതൊന്ന് ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. ഇനി അടുത്ത വീഡിയോ ആയിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു.